ഒരു തായ് ബട്ട് എന്നാൽ 2.5 രൂപയാണല്ലോ. മീറ്ററിൽ കാണിക്കുന്നതിൻ്റെ 2.5 ഇരട്ടിയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇത്തരം ഓട്ടോകളിൽ ദീർഘയാത്ര സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തമ്പാനൂരിൽ ഇറങ്ങി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അത്യാധുനികമായ ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. ജപ്പാനിലൂടെയുള്ള സഞ്ചാരത്തിൽ കണ്ടതുപോലെ അടുത്തു ചെന്ന് നിൽക്കുമ്പോൾ വിടർന്നു വരുന്ന കസേരയോ കട്ടിലോ ആണെന്ന് തോന്നുന്നു. പിന്നിലായി കുറച്ചുപേർ കിടക്കുന്നുമുണ്ടല്ലോ. ബസ്സിൽ കയറി കേശവദാസപുരത്ത് ഇറങ്ങിയപ്പോഴും കാഴ്ച വ്യത്യസ്തമാണ്. ഇതുവരെ കാണാത്ത കൗതുകരമായ ഒരു വെയിറ്റിംഗ് ഷെഡ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ 5 സ്റ്റാർ ഹോട്ടലിനെ അനുസ്മരിപ്പിക്കുന്ന വാടക പറഞ്ഞതുകൊണ്ടാണ് കേശവദാസപുരം വരെ എത്തേണ്ടി വന്നത്. ഇതിൽ എങ്ങനെ ഇരിക്കും എന്നറിയാനായി ഞാൻ പലവട്ടം നടന്നു. ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇടതുവശത്തായി ഇങ്ങനെയൊരു ബോർഡ്. മുട്ട പൊട്ടിത്തെറിച്ചത്. അത് വാങ്ങാനും ഒരുപാട് പേർ ക്യൂവിലുണ്ട്. ആംസ്റ്റർഡാമിലെ വഴിയോര റെസ്റ്റോറൻറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ക്യൂവും വിഭവസമൃദ്ധമായ ഡിന്നറും. പിറ്റേ ദിവസം രാവിലെ വിവരമറിഞ്ഞു. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. വെയിറ്റിംഗ് ഷെഡിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പിറ്റേന്ന് ബസ് കാത്തു നിന്നപ്പോഴാണ്